ഏകാദശികളിൽ പ്രധാനപ്പെട്ടതാണ് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി. ധനുമാസത്തിലെ വെളുത്ത ഏകാദശിയാണ് നമ്മൾ വൈകുണ്ഠ ഏകാദശിയായി ആചരിച്ചു വരുന്നത്. ഈ വർഷം ഇത് വരുന്നത് 2025 ഡിസംബർ 30 ചൊവ്വാഴ്ചയാണ്. വൈഷ്ണവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിത്. വിഷ്ണു ഭഗവാൻ വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ തുറക്കുന്ന ദിവസമാണ് ഇതെന്നും അതിനാൽ അന്ന് മരിക്കുന്നവർക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകുമെന്നും കരുതപ്പെടുന്നു. മിക്ക വൈഷ്ണവ ക്ഷേത്രങ്ങളിലും ഈ ദിവസം പ്രാധാന്യമുള്ളതാണ്. ക്ഷേത്രത്തിൽ ഒരു വാതിലിൽ കൂടി കടന്ന് മറ്റൊരു വാതിൽ വഴി പുറത്തു വരുന്നത് സ്വർഗവാതിൽ ഏകാദശിയുടെ പ്രധാന ചടങ്ങാണ്. അതിലൂടെ സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ വൈകുണ്ഠത്തിലൂടെ കടന്നു പോകുന്നു. സ്വർഗവാതിൽ ഏകാദശി ദിവസം അനുഷ്ഠിച്ചാൽ ഐശ്വര്യലബ്ധി, രോഗശമനം, മോക്ഷപ്രാപ്തി എന്നിവ ലഭിക്കും. ശ്രീരംഗം, തിരുപ്പതി, ഗുരുവായൂർ തുടങ്ങിയ എല്ലാ വൈഷ്ണവ ദേവാലയങ്ങളിലും വളരെയധികം പ്രാധാന്യത്തോടെയാണ് ഈ ദിവസം ആചരിച്ചു വരുന്നത്. ഈ ദിവസം തുളസി പൂജയ്ക്കും ഉത്തമമാണ്. ലക്ഷ്മി ദേവിയാണ് ഭൂമിയിൽ തുളസി ചെടി അവതരിച്ചിരിക്കുന്നത്. വിഷ്ണു ഭഗവാന്റെ പ്രിയപ്പെട്ടവൾ എന്ന അർത്ഥവും വിഷ്ണുപ്രിയ എന്ന നാമവും തുളസിക്കുണ്ട്. തുളസി ദളങ്ങൾ വിഷ്ണു പൂജയിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. നിത്യവും തുളസി പൂജ ചെയ്യുന്നത് സർവ്വ ഐശ്വര്യത്തിനും കാരണമാകും. കുളിച്ച് ശരീരശുദ്ധി വരുത്തി തുളസി തറയ്ക്ക് ചുറ്റും 3 പ്രദക്ഷിണം വെച്ച ശേഷം നനയ്ക്കുന്നതും സന്ധ്യയ്ക്ക് തുളസി ചൂട്ടിൽ ദീപം തെളിയിക്കുന്നതും ഉത്തമമാണ്. വൈകുണ്ഠ ഏകാദശിക്ക് പിന്നിൽ മറ്റു പല വിശ്വാസങ്ങളുമുണ്ട്. ഇത് മഹാവിഷ്ണുവിന്റെ 2ാം അവതാരത്തിന്റെ ജന്മദിനം കൂടിയാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനന് വിഷാദരോഗം അനുഭവപ്പെട്ടപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ജീവിതത്തിന്റെയും മരണത്തിന്റെയും തത്വശാസ്ത്രം ഭഗവത് ഗീതയിലൂടെ അർജുനനെ ഉപദേശിച്ച ദിവസം കൂടിയാണ്. കൂടാതെ കുചേലന് കൃഷ്ണൻ അവൽപ്പൊതി പങ്കുവെച്ച് കുചേലനെ കുബേരനാക്കിയ ദിവസമാണ് സ്വർഗവാതിൽ ഏകാദശി എന്നും വിശ്വസിക്കുന്നു. കൂടാതെ സ്വർഗവാതിൽ ഏകാദശി ദിനത്തിൽ ഗീതാ ജയന്തി ഉത്സവം കൂടിയാണ്. ഗുരുവായൂർ ഏകാദശി നോറ്റ സ്വർഗവാതിൽ ഏകാദശിയും നോൽക്കണം എന്ന് പറയും. സ്വർഗവാതിൽ ഏകാദശി നാളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നവർ മുൻവാതിലിൽ കൂടി പ്രവേശിച്ചു പൂജാവിധികൾക്ക് ശേഷം മറ്റൊരു വാതിൽ കൂടി പുറത്തു വന്നാൽ സ്വർഗവാതിൽ കടക്കുന്നതിന് തുല്യമാണ്. സ്വർഗവാതിൽ ഏകാദശി വ്രതത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് വിഷ്ണു ക്ഷേത്ര ദർശനം. വ്രതം അനുഷ്ഠിക്കുന്നവർ തുളസിയില, മലർ, തീർത്ഥം സേവിക്കൽ, പ്രതിമോക്ഷത്തിനായി പ്രാർത്ഥിക്കൽ എന്നിവയാണ് നല്ലത്. ഇത് പൂർണ്ണ ഉപവാസത്തോടെയോ പഴങ്ങൾ, വെള്ളം എന്നിവ മാത്രം കഴിച്ചോ ചെയ്യാം. പകൽ ഉറങ്ങാതിരിക്കുകയും ദശമി, ദ്വാദശി ദിവസങ്ങളിൽ ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിച്ചും വ്രതം അനുഷ്ഠിക്കാം. ദശമി ദിവസം ഒരു നേരം മാത്രമേ അരിയാഹാരം കഴിക്കാൻ പാടുള്ളൂ. ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസം നല്ലത്. ദ്വാദശി ദിവസം രാവിലെ ദ്വാദശി തിഥി തീരുന്നതിന് മുൻപ് തുളസിയിലയും മലരും ചേർന്ന തീർത്ഥമാണ് കുടിക്കേണ്ടത്. ഗുരുവായൂർ പത്മനാഭസ്വാമി ക്ഷേത്രം പോലുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഈ ദിവസം വളരെ പ്രാധാന്യമുള്ളതാണ്. സ്വർഗവാതിലൂടെ പ്രവേശിച്ച് വിഷ്ണുവിനെ ദർശിക്കുന്നത് സ്വർഗപ്രാപ്തിക്ക് കാരണമാകുന്നു എന്ന് വിശ്വസിക്കാം. അതുപോലെ തന്നെ അർജുനന് ഭഗവാൻ ഗീത ഉപദേശിച്ച ദിനം കൂടിയായതിനാൽ ഗീതാ പാരായണം നടത്തുന്നതും പുണ്യമാണ്. അലയുന്ന പൃഥുക്കൾക്ക് മോക്ഷം നേടിയെടുക്കാൻ ഈ വ്രതം സഹായിക്കുന്നു. പൃഥുദോഷ ശമനത്തിന് നല്ലതാണെന്നും വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ പൃഥുക്കൾക്കായി പ്രാർത്ഥിക്കാം. നമോ ലക്ഷ്മി നാരായണ പോലുള്ള മന്ത്രങ്ങൾ ജപിക്കാം. വിഷ്ണു സഹസ്രനാമം, ഭഗവത് പാരായണം എന്നിവ ചെയ്യാം.